അഞ്ജലി അത് കേൾക്കുമ്പോ പതറിപ്പോകരുത്. എന്ത് വന്നാലും അമ്മ വിഷമം. കെവിനും ആദ്യ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ. കെവിനേട്ടൻ ഈ കൊലപാതകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുകുമോ ദേവിയിൽ നമ്മുടെ ദേവിക ചന്ദ്രമതിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ചിലപ്പോഴെങ്കിലും നന്ദു രക്ഷപ്പെടണേ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്റെ കഴുത്തിൽ കിടക്കുന്ന താലി കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയോട് പറഞ്ഞ ദേവിക ഭയങ്കരമായിട്ട് കരയുന്നുണ്ടേ. അപ്പുറത്ത് നമ്മുടെ ഹരിയങ്കളാണെങ്കിൽ അരുന്ധതിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടേ. അപ്പൊ ഋഷി അത് മേലെ നിന്നും ഒളിഞ്ഞു നിന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഋഷീനെ എങ്ങാനും നമ്മുടെ ഹരിയങ്ങൾ കണ്ടാൽ പിന്നെ എല്ലാം തീർന്നത് തന്നെയാണ് അല്ലെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ നന്ദൻ പ്രഭാവതിയുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടി ഇങ്ങനെ പറയുകയാണ്, അമ്മ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും പോലീസിൽ വിട്ടുകൊടുക്കില്ല. കെവിൻ നിന്റെ കൂടെ ഇത്രോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിന്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ ഹരിയേട്ടനോട് പറയട്ടെ എന്ന് നമ്മുടെ നന്ദനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. അവിടെയാണെങ്കിലും ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇസബല്ല നമ്മുടെ ഋഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ജയം നമുക്കൊപ്പമാടാ, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഋഷിക്ക് നമ്മുടെ ഇസബല്ല ധൈര്യം കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ശാരിക കെവിനെ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുവാണ്, അതായത് ഈ കൊലപാതകത്തിൽ കെവിനേട്ടനും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നതും കെവിൻ ആകെ പകച്ചു നിൽക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മിക്കവാറും നമ്മുടെ ശാരിക കെവിന്റെ അടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ ചോർത്തിയെടുത്തോളും. അത് നമ്മുടെ ശാരിക ദേവികനെ അറിയിക്കും, ദേവിക നന്ദനെ അറിയിക്കും. അപ്പൊ നന്ദന് മനസ്സിലാവും കെവിനും ഇസബല്ലയും തന്നെ ചതിക്കുകയാണെന്ന്. അങ്ങനെ നമ്മുടെ നന്ദനും നമ്മുടെ കെവിനും തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാകാൻ ഒരു സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ കൂട്ടുകാർ. എന്തായാലും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.